പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ മറൈൻ ഫിഷറീസ് ആൻഡ് സീ ഫുഡ് പ്രോസസ്സിംഗ് എന്ന കോഴ്സിന്റെ ഓൺലൈൻ കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്കെല്ലാവരും വീട്ടിലിരുന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥാവിശേഷമാണ്. എല്ലാവരും നന്നായി ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുകയും നല്ല രീതിയിൽ അത് ഒരു റൈറ്റപ്പ് തയ്യാറാക്കി ഒരു നോട്ട്ബുക്ക് നിങ്ങളോടൊപ്പം കരുതുക. ആ നോട്ട്ബുക്കിൽ എല്ലാ രേഖപ്പെടുത്തലുകളും നടത്തുക. അങ്ങനെ വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ കോഴ്സിലേക്ക്, ഓൺലൈൻ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറൈൻ ഫിഷറീസ് ആൻഡ് സീ ഫുഡ് പ്രോസസ്സിംഗ് എന്ന കോഴ്സിൽ മൊത്തം നമുക്ക് 4 മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് 4 മൊഡ്യൂളുകൾ ഏതൊക്കെയാണെന്ന്? നമ്മൾ ആദ്യ വർഷം 2 മൊഡ്യൂളുകൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? നോർത്തെടുക്കാമോ? ഒന്നാമത്തെ മൊഡ്യൂൾ ഫിഷിംഗ് ടെക്നോളജി, രണ്ടാമത്തെ മൊഡ്യൂൾ ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി. നമ്മൾ ഈ വർഷം ആദ്യം പഠിക്കാൻ പോകുന്നത് 3ാമത്തെ മൊഡ്യൂളായ ഫിഷ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം എന്ന മൊഡ്യൂളാണ്. അതായത് ഇതിന്റെ അർത്ഥം മത്സ്യത്തിന്റെ ഗുണനിലവാര നിയന്ത്രണവും അതിന്റെ പരിശോധനാ സമ്പ്രദായവും. മത്സ്യ സംസ്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിന്റെ ഗുണനിലവാര നിയന്ത്രണം എന്ന് പറയുന്നത്. നമ്മുടെ സീ ഫുഡ് ഫാക്ടറികളിൽ നമ്മൾ നിർമ്മിക്കുന്ന അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ മത്സ്യ ഉൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ എല്ലാ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനികളിലുമുണ്ട്. ഇങ്ങനെ ഗുണനിലവാരമുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും നല്ലൊരു ഇൻസ്പെക്ഷൻ സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ മത്സ്യ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നല്ല ഒരു പ്രതിഫലം, കോടിക്കണക്കിന് രൂപയുടെ ഒരു വരുമാനം നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. കൂടാതെ നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം, ഈ ഒരു മറൈൻ ഫിഷറീസ് ആൻഡ് സീ ഫുഡ് പ്രോസസ്സിംഗ് എന്നുള്ള കോഴ്സ് കഴിഞ്ഞതിന് ശേഷം തൊഴിലധിഷ്ഠിത മേഖല അല്ലെ തൊഴിൽ മേഖലകളിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന തൊഴിൽ, സീ ഫുഡുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏറെ അത്യാവശ്യമുള്ളൊരു ഒരു ഭാഗമാണ് ഫിഷ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഗുണനിലവാര നിയന്ത്രണം, നിയന്ത്രിതമായ രീതിയിൽ അതിന്റെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, ഒപ്പം അതിന്റെ പരിശോധനാ സമ്പ്രദായങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ 3ാമത്തെ മൊഡ്യൂളായ ഫിഷ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റത്തില് ആദ്യത്തെ യൂണിറ്റ് ആണ് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത്, ബേസിക് മൈക്രോബയോളജി. ഇതിൽ പ്രധാനമായും ബാക്ടീരിയയെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ കുട്ടികൾക്കും അറിയാം ബാക്ടീരിയ എന്താണ്. എന്താണ് ബാക്ടീരിയ? ഇതൊരു ഏകകോശ ജീവിയാണ്. ഇതെവിടെയൊക്കെ കാണുന്നത്? നമ്മുടെ പ്രകൃതിയിൽ എല്ലാ ഭാഗത്തും ഈ ഏകകോശ ജീവി വ്യാപിച്ചു കിടക്കുന്നു. സ്പ്രെഡ് എവരിവെയർ, എല്ലാ മേഖലയിലും കാണുന്ന ഒരു ഏകകോശ ജീവിയാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലെ പഠിക്കാൻ പോകുന്നത്. ബാക്ടീരിയ പലതരത്തിലുണ്ട്. ഇത് ഏകകോശ ജീവിയാണ്. ഇത് മൈക്രോസ്കോപ്പിക് ആണ്, സൂക്ഷ്മമായ ജീവിയാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷെ ഇതെങ്ങനെയാണ്? സൂക്ഷ്മ ദർശിനിയിലൂടെ മാത്രം, മൈക്രോസ്കോപ്പിലൂടെ മാത്രം നമുക്ക് ഇതിനെ ദർശിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ബാക്ടീരിയ എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ആണ്. ഒറ്റ കോശമുള്ള ജീവിയാണ്, യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ഇറ്റ്സ് മൈക്രോസ്കോപ്പിക് ആണ്. ഇത് മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ഏവർക്കും അറിയാവുന്നത് ബാക്ടീരിയ പലതരത്തിലുണ്ട്. രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്, രോഗം പരത്താത്ത ബാക്ടീരിയ ഉണ്ട്, രോഗം ഉണ്ടാക്കാത്ത ബാക്ടീരിയകളുമുണ്ട്. ഈ രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയകളെ ശ്രദ്ധിച്ചിരിക്കുക. രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയ, അതായത് രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നാം പത്തോജനിക് ബാക്ടീരിയ എന്ന് പറയുന്നു. എന്താണ് എന്ന് പറയും? പത്തോജനിക് ബാക്ടീരിയ എന്നാണ് പറയുന്നത്. അതേസമയം രോഗമുണ്ടാക്കാത്ത, രോഗം സൃഷ്ടിക്കാത്ത, രോഗമൊന്നും ഉണ്ടാക്കാത്ത ബാക്ടീരിയകളെ നമ്മൾ എന്ത് പറയുന്നു? നോൺ പത്തോജനിക് ബാക്ടീരിയ എന്ന് പറയും. മത്സ്യത്തിന്റെ ചീയൽ പ്രക്രിയ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ
പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. മത്സ്യത്തിന്റെ ചീയൽ പ്രക്രിയയിൽ മിക്കതും നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് ഈ നോൺ പത്തോജനിക് ബാക്ടീരിയകളാണ്. ഈ പത്തോജനിക് ബാക്ടീരിയയും നോൺ പത്തോജനിക് ബാക്ടീരിയയും രണ്ട് കൂട്ടരും നമ്മുടെ മത്സ്യത്തിൽ വന്നുവിടാറുണ്ട്. നമ്മൾ ഇവരെ രണ്ടുപേരെയും നിയന്ത്രിച്ച് നിർത്തിയാൽ മാത്രമേ ഒരു ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആകുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പ്രധാനമായും പരിശോധിക്കാനുള്ളത് ബാക്ടീരിയ എന്ന് പറഞ്ഞ ജീവിയുടെ ഘടനയാണ്. ആന്തരികവും ബാഹ്യവുമായ ഘടന. ബാക്ടീരിയ എന്ന് പറഞ്ഞ ജീവിയുടെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു ഏകകോശ ജീവിയാണ്. ഇത് സൂക്ഷ്മദർശിനിയിലൂടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് രോഗം ഉണ്ടാക്കുന്നവയുമുണ്ട്, രോഗം ഉണ്ടാക്കാത്തവയുമുണ്ട്. ഇതിന് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ ഘടനയാണ്. സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ, അതിന്റെ ആന്തരികവും ബാഹ്യമായ ഘടനകൾ നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാം. ഇതില് ബാക്ടീരിയയുടെ സ്ട്രക്ചർ എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് കിടക്കുമ്പോൾ പ്രധാനമായും ബാക്ടീരിയയെ പറഞ്ഞു തുടങ്ങേണ്ടത് ഇത് ഒരു ഏകകോശ ജീവിയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇറ്റ്സ് എ പ്രോക്കരിയോട്ടിക് സെൽ. എന്താണ് പ്രോക്കരിയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ബയോളജിയിൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രോക്കരിയോട്ടിക് സെൽ, യൂക്കരിയോട്ടിക് സെൽ എന്നുള്ളത്. മറ്റു ജീവകോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബാക്ടീരിയയുടെ കോശത്തിലെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. എന്താണ്? ഇതിന് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. വ്യക്തമായ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കോശങ്ങളില് ന്യൂക്ലിയർ മെംബ്രെയിൻ ജനറ്റിക് മെറ്റീരിയല് കവർ ചെയ്തുകൊണ്ടൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഒരു ഗ്ലോബുലാർ സ്ട്രക്ചർ ആയിട്ട് സെല്ലിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് കാണുന്നു. അതാണ് വ്യക്തമായ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. പക്ഷേ ബാക്ടീരിയ കോശങ്ങളിൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയല് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. ഏകദേശം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. ബാക്ടീരിയ കോശത്തിന്റെ മധ്യഭാഗത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. അതുകൊണ്ട് ഈ ബാക്ടീരിയ നമ്മൾ പ്രോക്യാരിയോട്ടിക് സെൽ എന്നാണ് പറയുന്നത്. എന്താണ് പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശമാണിത് ബാക്ടീരിയകൾ. അതുകൊണ്ട് ഇവയെ പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറയുന്നു. ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA മോളിക്യൂൾ ഇതിന്റെ പ്രോട്ടോപ്ലാസത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ന്യൂക്ലിയർ കവറിംഗ് ഇല്ല, ഒരു കേസിംഗ് ഇല്ല, ഇങ്ങനെ കിടക്കുകയാണ്. ചില ബാക്ടീരിയകളിൽ ഒരു എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ കൂടെ കാണുന്നു, പ്ലാസ്മിഡ്. എന്താണ്? പ്ലാസ്മിഡ് എന്ന എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ, അധികമായിട്ട് ഒരു ജനറ്റിക് മെറ്റീരിയൽ കൂടെ കാണുന്നുണ്ട്. സാധാരണ ജനിതകം നിർണ്ണയിക്കുന്നത് DNA മോളിക്യൂൾസ് ആണ്. പക്ഷെ ചില ബാക്ടീരിയകളിൽ പ്ലാസ്മിഡ് എന്ന എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ കൂടി കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ടീരിയയുടെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് കടന്നു പോകാം. ബാഹ്യമായ ഘടന എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയയാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ഒരു ബാക്ടീരിയൽ സെൽ എടുക്കുകയാണെങ്കിൽ ഏത് ജീവകോശത്തിൽ ഉള്ളതുപോലെയും ജീവജലം എന്ന് പറയുന്ന പ്രോപ്ലാസമാണ് ഇവിടെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ഈ കോശത്തെ കവർ ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്. കവർ ചെയ്തുകൊണ്ടുള്ള പ്ലാസത്തെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന കവർ ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ് സെൽ വാൾ. സെൽ വാൾ എന്ന് പറയുന്നത് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ് ബാക്ടീരിയക്ക്. ബാക്ടീരിയക്ക് വ്യക്തമായ ഷേപ്പ്, തനത് ഷേപ്പ് കൊടുക്കുന്നു. കൂടാതെ അവയ്ക്ക് ഒരു പ്രൊട്ടക്ഷനും കൂടി നൽകുന്നത് ഈ സെൽ വാൾ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ പ്രോക്യാരിയോട്ടിക് സെല്ല് എന്ന് പറയുന്ന ഒരു വ്യക്തമായ ന്യൂക്ലിയസ് ഇവിടെ ഇല്ല. ബട്ട് DNA മോളിക്യൂൾസ് ഇവിടെ സെല്ലിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് സ്പ്രെഡ് ചെയ്തു കിടക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. DNA മോളിക്യൂൾ ഏകദേശം മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ് കാണുന്നത്. ചില ബാക്ടീരിയകൾക്ക് സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട്. എന്ന് വെച്ചാൽ ലോക്കോമോഷനുള്ള കഴിവുണ്ട്. ആ ലോക്കോമോഷന് വേണ്ടിയിട്ട് അവ ഉപയോഗിക്കുന്ന ഭാഗമാണ് ഫ്ലാജെല്ല എന്ന് പറയുന്നത്. എന്താണ്?
ബാക്ടീരിയക്ക് ചില ബാക്ടീരിയകൾക്ക് സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട്. ലോക്കമോഷനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിനുവേണ്ടി അവ ഉപയോഗിക്കുന്ന ഫ്ലാജെല്ല എന്നൊരു ഭാഗമാണ്. പിന്നെ ബാക്ടീരിയകള് മറ്റ് സർഫസുകളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് പിലെ ഓർ ഫിംബ്രിയെ എന്ന് പറയുന്ന ഒരു ഭാഗം. ചില ബാക്ടീരിയകളില് അവ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, അൺഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ, എല്ലാം അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അവയ്ക്ക് നല്ലൊരു ഗ്രോത്തും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ചില ബാക്ടീരിയകള് പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അവയുടെ സെല്ലിനു ചുറ്റും ക്യാപ്സ്യൂൾ എന്നുള്ളൊരു ആവരണം ഉണ്ടാക്കുകയും, അവയുടെ സെല്ലിനു ചുറ്റും ക്യാപ്സ്യൂൾ എന്നുള്ളൊരു ആവരണം ഉണ്ടാക്കുകയും സുരക്ഷിതമായി സുഷുപ്തിയിൽ ഇരിക്കുകയും ചെയ്യുന്നു. അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ ക്യാപ്സ്യൂൾ വേർപെടുത്തുകയും അവ പ്രജനനം നടത്തി അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തു പോവുകയും ചെയ്യുന്നു. ബാക്ടീരിയ സെല്ലില് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന ഭാഗമാണ് റൈബോസോം. ഇത്രയും കാര്യങ്ങളാണ് ബാക്ടീരിയയുടെ ഘടന അഥവാ സ്ട്രക്ചറിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ബാക്ടീരിയയുടെ സ്ട്രക്ചർ നമുക്ക് ഏകദേശം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഘടന, ആന്തരികവും ബാഹ്യവുമായ ഘടനയെ പറ്റിയിട്ട് നമുക്ക് വ്യക്തത വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാക്ടീരിയ എങ്ങനെയാണ് വളരുന്നത്, ബാക്ടീരിയയുടെ വളർച്ച എങ്ങനെയാണ് ബാക്ടീരിയ വളരുന്നത്. ബാക്ടീരിയയുടെ വളർച്ച എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്ടീരിയ എണ്ണത്തിൽ പെറ്റുപെരുകുന്ന റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രത്യുൽപാദന പ്രക്രിയ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ഒരു സെല്ല്, സിംഗിൾ സെല്ലാണെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഏകകോശം ഡിവൈഡ് ചെയ്ത് രണ്ടായി മാറുന്ന പ്രക്രിയ. എന്താണ് ബാക്ടീരിയയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്? എന്താണ് ബാക്ടീരിയയുടെ സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടായി മാറുന്ന ഒരു പ്രക്രിയ. അതിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിമ്പിൾ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. എന്താണ് ബാക്ടീരിയയുടെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടായി മാറുന്നു. അത് രണ്ട് ഡോട്ടർ സെല്ലായിട്ട് പിന്നെ ജീവിക്കുന്നു. ഇപ്പൊ ബാക്ടീരിയയില് ഈ ബൈനറി ഫിഷൻ ആകുമ്പോഴത്തേക്ക് ബാക്ടീരിയയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. സൈസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്നു. അതിന്റെ നീളം കുറച്ച് ബാക്ടീരിയയുടെ സെൽ എടുക്കുകയാണെങ്കിൽ ലെങ്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്നു. എലോങ്ങേറ്റ് ചെയ്യുന്നു. ഇതിന്റെ രണ്ടിരട്ടി ഇലോങ്ങേറ്റ് ചെയ്യുകയും ഒറിജിനൽ സൈസിന്റെ രണ്ടിരട്ടി ഇലോങ്ങേറ്റ് ചെയ്യുകയും നേരെ രണ്ടായിട്ട് മുറിഞ്ഞ് രണ്ട് സെല്ലായി മാറുകയും ചെയ്യുന്നു. ഇതിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ സെൽ ഡിവിഷൻ എന്ന് പറയുന്നു. ബൈനറി ഫിഷൻ അഥവാ സിമ്പിൾ സെൽ ഡിവിഷൻ. ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ അല്ലെ ബാക്ടീരിയയുടെ വളർച്ച എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ സെല്ല് രണ്ടായി ഡിവൈഡ് ചെയ്ത് മാറുന്നു, രണ്ട് ഡോട്ടർ സെൽ ഫോം ചെയ്യുന്നു. അനുകൂലമായ സാഹചര്യങ്ങളിൽ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ ബാക്ടീരിയ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് സ്പ്രെഡ് ആവുന്നത്, ഫാസ്റ്റ് ആയിട്ടാണ് വളരുന്നത്. അതിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ ദ്രുതഗതിയിലായിരിക്കും അനുകൂലമായ സാഹചര്യങ്ങളിൽ. നമുക്ക് ബാക്ടീരിയയുടെ ഈ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കൂടുന്നതിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് ബാക്ടീരിയയുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ബാക്ടീരിയയുടെ എണ്ണത്തിൽ വർധനവ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ബാക്ടീരിയയുടെ വളർച്ച നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ പഠന സൗകര്യം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ടീരിയയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൾച്ചർ മീഡിയത്തിൽ അണ്ടർ ലബോറട്ടറി കണ്ടീഷനിൽ നമ്മൾ അവയെ പരിപാലിക്കുകയും വളർച്ച ഘട്ടങ്ങൾ പരിശോധിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാക്ടീരിയയുടെ വളർച്ച അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ബാക്ടീരിയയുടെ വളർച്ച ഒരു പ്രത്യേക പാറ്റേണിലാണ്. അപ്പൊ ആ പാറ്റേൺ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രാഫിന്റെ സഹായം വേണം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഗ്രാഫിന്റെ സഹായം തേടുന്നത്. ആ ഗ്രാഫില് നമ്മൾ ഒരു ആക്സിസില് ബാക്ടീരിയയുടെ സെല്ലിന്റെ എണ്ണവും ലോഗ് ഓഫ് നമ്പർ ഓഫ് ബാക്ടീരിയയുടെ സെല്ലിന്റെ നമ്പറും ഒരു ആക്സിസിൽ എക്സ് ആക്സിസില് ടൈമും കൂടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സമയത്തിനനുസരിച്ച്, സമയം മാറുന്നതനുസരിച്ച് ബാക്ടീരിയയുടെ സെല്ലിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു കർവാണ് ബാക്ടീരിയയുടെ അനുകൂലമായ സാഹചര്യത്തിൽ ലബോറട്ടറി കണ്ടീഷനില് ഒരു കൾച്ചർ മീഡിയത്തിൽ നമ്മൾ ബാക്ടീരിയ വളർത്തിയപ്പോൾ അവയുടെ ബാക്ടീരിയ സെല്ലിന്റെ എണ്ണത്തിൽ ഉണ്ടായ മാറ്റം
സമയത്തിനനുസരിച്ച് എണ്ണത്തിലുണ്ടായ മാറ്റം ഒരു ഗ്രാഫിലൂടെ നമ്മൾ പഠിച്ചപ്പോൾ, വരച്ചപ്പോൾ, രേഖപ്പെടുത്തിയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഗ്രാഫാണിത്. ഒരു സിഗ്മോയിഡ് ഷേപ്പിലുള്ള, ഈ ഷേപ്പിനാണ് പറയുന്ന പേരാണ് നമ്മൾ സിഗ്മോയിഡ് ഷേപ്പിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രാഫിനെ നമ്മൾ ഒരു പേര് കൊടുക്കാം, സ്റ്റാൻഡേർഡ് ഗ്രോത്ത് കർവ് ഓഫ് ബാക്ടീരിയ. അപ്പൊ എല്ലാവരും ഒരു ഗ്രാഫ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ആ ഒരു ബുക്കിലോട്ടൊന്ന് വരയ്ക്കുക. സ്റ്റാൻഡേർഡ് ഗ്രോത്ത് കർവ് ഓഫ് ബാക്ടീരിയ. നമ്മളെ എക്സ് ആക്സിസിലെ ടൈമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈ ആക്സിസിലെ എന്താണ് നമ്പർ ഓഫ് ബാക്ടീരിയൽ സെൽസ് ആണ്. അതായത് സമയവും ബാക്ടീരിയൽ സെൽസുമാണ് ആക്സിസിൽ കൊടുത്തത്. സമയം കൂടുന്നതിനനുസരിച്ച് ബാക്ടീരിയൽ സെൽസിൽ ഉണ്ടാകുന്ന വർധനവോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളാണ് ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിലേക്ക് കിടക്കാം. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആണ് ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ. വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടൊന്നും തോന്നിട്ട് വളരെ സിമ്പിൾ ആണ്. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു കൾച്ചർ മീഡിയത്തിൽ ലബോറട്ടറി കണ്ടീഷനിൽ ബാക്ടീരിയ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം മാറുന്നതനുസരിച്ച്, സമയം കൂടുന്നതനുസരിച്ച് ബാക്ടീരിയയുടെ സെൽസിൽ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു, കൂടി വരുന്നു. ദാറ്റ് മീൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു, അനുകൂലമായ സാഹചര്യത്തിൽ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തു പോകുന്നു. അപ്പൊ അതിന്റെ മൾട്ടിപ്ലിക്കേഷനും അതിന്റെ ഗ്രോത്തിനും ഒക്കെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഗ്രാഫിലേക്ക് വരും. ഈ ഗ്രാഫിന്റെ ആദ്യ ഭാഗം നോക്കൂ. ഇവിടെ നമ്പർ ഓഫ് സെൽസ് ആണ്. ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സെൽസ് നമ്മൾ ഈ കൾച്ചർ മീഡിയത്തിൽ ഇട്ടു. ഇവിടുന്ന് ഇത്രയും ഒരു ബാക്ടീരിയൽ സെൽസ് നമ്മൾ കൾച്ചർ മീഡിയത്തിൽ ഇട്ടു. സമയം കൂടുന്നതിനനുസരിച്ച് ഇത്രയും സമയമായിട്ടും ബാക്ടീരിയയുടെ സെൽസിന്റെ എണ്ണം സ്ഥിരമായി നിന്നു. യാതൊരു വ്യത്യാസവും ബാക്ടീരിയയുടെ സെൽസിന്റെ എണ്ണത്തിൽ ഉണ്ടായില്ല ഇനിഷ്യൽ സ്റ്റേജില്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു സാഹചര്യത്തിലേക്ക് ബാക്ടീരിയയെ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്, വളർത്താനായി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യവുമായിട്ട് അവയ്ക്ക് നല്ല രീതിയിൽ പൊരുത്തപ്പെടണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ആവശ്യമാണ്. ഈ പൊരുത്തപ്പെടലിനുള്ള സമയമാണ് അക്ലിമറ്റൈസ് ചെയ്യുക, അല്ലെ ഈ പൊരുത്തപ്പെടലിനുള്ള ഒരു സമയമാണ് ഇനിഷ്യൽ സമയം. അപ്പൊ അവിടെ എന്താണ്, സെൽസിന്റെ എണ്ണം വർദ്ധിക്കുന്നില്ല. നമ്മൾ ആദ്യം ഇനോക്കുലേറ്റ് ചെയ്ത സെൽസിന്റെ എണ്ണം തന്നെയാണ് ഈ സമയം വരെ കണ്ടത്. അപ്പോൾ ഈ ഒരു ഫേസിനെ നമ്മൾ ഇനിഷ്യൽ ലാഗ് ഫേസ് എന്ന് പറയുന്നു. ബാക്ടീരിയ വളർച്ചാഘട്ടത്തിലെ ആദ്യത്തെ ആ ഫേസിന് എന്ത് പറയുന്നു, ലാഗ് ഫേസ് എന്ന് പറയുന്നു. സമയം കൂടുന്നതനുസരിച്ച്, സമയം പോകുന്നതനുസരിച്ച് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യാതെ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് എന്താണ്, പുതിയ സാഹചര്യത്തിലേക്കാണ് വന്നത്. ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ന്യൂട്രിയൻസ് ഇവിടെയുണ്ട്, pH ഉണ്ടോ, നല്ല കാര്യങ്ങൾ, വെള്ളമുണ്ടോ, എല്ലാം ഉണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അവയ്ക്ക് എന്താണ്, ഗ്രോത്ത് ഒന്നുമില്ല. ഗ്രോത്ത് എന്താണ് നമ്മൾ പഠിച്ചത്, മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. അത് കഴിഞ്ഞ് എന്താണ്, സാഹചര്യങ്ങളൊക്കെ മനസ്സിലായി, ബാക്ടീരിയക്ക് മനസ്സിലായി എല്ലാം അനുകൂലമായ സാഹചര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളതെന്ന് ബാക്ടീരിയക്ക് മനസ്സിലായി. എന്ത് ചെയ്യാൻ തുടങ്ങി, മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ്, ബൈ ബൈനറി ഫിഷൻ. നമ്മൾ നേരത്തെ കണ്ടു, ഡിവൈഡ് ചെയ്ത് സമയം കൂടുന്നതനുസരിച്ച് ഭയങ്കര വർധനമാണ് കൂടിയിരുന്നത്. ബാക്ടീരിയൽ സെൽസിന്റെ എണ്ണം കൂടി വന്നിരിക്കുകയാണ്. സമയം കൂടുന്നതനുസരിച്ച് ബാക്ടീരിയയുടെ സെൽസിന്റെ എണ്ണം വർദ്ധിച്ചു വന്നു. അപ്പൊ ഈ വർധനവ് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗമാണ്, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗമാണ് ആ വർധനവ് കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗമാണ് സമയത്തിനനുസരിച്ച് ബാക്ടീരിയയുടെ സെൽസിനുള്ള വർധനവ്. അനുകൂലമായ സാഹചര്യമായപ്പോൾ അവ നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. നോക്കൂ, ഈ ഒരു ഫേസിനാണ് ലോഗരിതമിക് ഫേസ് അല്ലെങ്കിൽ ലോഗ് ഫേസ് എന്ന് പറയും. ബാക്ടീരിയയുടെ ഗ്രോത്തിലുള്ള ലോഗരിതമിക് ഫേസ് എന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഗ്രോത്ത് അഥവാ മൾട്ടിപ്ലിക്കേഷൻ ഒബ്സർവ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഫേസിലാണ്. നോക്കൂ, അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്, എണ്ണത്തിൽ ഒരു എന്താണ് ഒന്ന് പിടിച്ചു നിർത്തിയേക്കാണ്. മേളോട്ട് പോകുന്നില്ല, ഗ്രാഫ് പിടിച്ചു നിർത്തിയേക്കാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് സമയം പോകുന്നതനുസരിച്ച്, സമയമണി അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇവിടെ എന്താണ്, എണ്ണം അങ്ങ് പിടിച്ചു നിർത്തിയേക്കാണ്. വ്യത്യാസം വരുന്നില്ല, വ്യത്യാസം ഒട്ടും അങ്ങോട്ട് വരുന്നില്ല. എന്താണ് അവിടെ കാര്യം, നമുക്കറിയാം. ഈ ഒരു എന്താണ് കൾച്ചർ മീഡിയത്തിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്ടീരിയയുടെ ജീവപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് മെറ്റബോളിക് വേസ്റ്റ് പുറന്തള്ളുന്നു.
ഒരുപാട് ടോക്സിക് മെറ്റീരിയൽസ് ആ മീഡിയത്തിലേക്ക് വരുന്നു. കൂടാതെ നമ്മൾ ആദ്യം കൊടുത്ത ന്യൂട്രിയൻസ് പിന്നെ നമ്മൾ കൊടുക്കുന്നില്ല. ഇന്നാ കഴിച്ചോ മക്കളെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. ആ ന്യൂട്രിയൻസ് എല്ലാം യൂസ് ചെയ്യുന്നു, പതുക്കെ യൂസ് ചെയ്തു. ന്യൂട്രിയൻസിന്റെ അപര്യാപ്തത, വേസ്റ്റ് മെറ്റീരിയൽ അക്യുമുലേറ്റ് ചെയ്യുന്നു, ടോക്സിക് മെറ്റീരിയൽ അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു വരുന്നു. ഇതുമൂലം ജീവിത സാഹചര്യങ്ങളിൽ ചില വ്യതിയാനങ്ങൾ കാണുന്നു. എന്താണ്? ജീവിത സാഹചര്യങ്ങളിൽ കുറച്ച് വ്യതിയാനങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. എന്തൊക്കെയാണ് പ്രതികൂല സാഹചര്യങ്ങൾ? അവയുടെ മെറ്റബോളിക് ആക്ടിവിറ്റി മൂലം ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ, ടോക്സിക് മെറ്റീരിയൽ, അവ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിക് മെറ്റീരിയൽ, ന്യൂട്രിയൻസിന്റെ അപര്യാപ്തത, ന്യൂട്രിയൻസ് യൂസ്ഡ് അപ്പ് ആവുന്നു, pH വേരിയേഷൻ ഉണ്ടാകും. ബാക്ടീരിയ pH സെൻസിറ്റീവ് ആണ്, വളരെ ഉണ്ടാകും. അതുമൂലം എന്താണ്? എണ്ണ അങ്ങോട്ട് കൂടുന്നില്ല, മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ഒപ്പം സെല്ലുകൾ ചത്തു തുടങ്ങുന്നു. ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ എന്താണ്? സെല്ലുകൾ ചത്തു തുടങ്ങുന്നു, മരിച്ചു വീഴുന്നു കുറെ സെല്ലുകൾ. അങ്ങനെ എന്താണ്? ജനിക്കുന്നുണ്ട്, ഒരു ഭാഗത്തൂടെ ബാക്ടീരിയൽ സെൽസ് ഡിവിഷൻ നടക്കുന്നു, ഒരു ഭാഗത്തൂടെ മരിച്ചു വീഴുന്നു. അപ്പൊ ജനനനിരക്കും മരണനിരക്കും ഒരേപോലെ വരുന്നു. ജനനനിരക്കും മരണനിരക്കും ഒരേപോലെ വരുന്നത് കൊണ്ട് എന്താണ്? ഇവിടെ ഒരു സ്റ്റേഷനറി ആയി പോയിരിക്കുന്നു. ജനിച്ചു വീഴുന്നതിനനുസരിച്ച് ബാക്ടീരിയ സെല്ലുകളെല്ലാം മരിച്ചു വീഴുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു ഇൻക്രീസ് നമുക്ക് കാണിക്കാൻ പറ്റുന്നു, ഒരു സെല്ലുകളുടെ എണ്ണം കൂടുതലായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ മരണമില്ലായിരുന്നുവെങ്കിൽ, മരണനിരക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെ പോയേനെ. മരണനിരക്ക് ഉള്ളത് കൊണ്ടാണ് അവിടെ സെൽസിന്റെ എണ്ണം എന്താണ്? ഇവിടെ കണ്ട അതേ എണ്ണം മാത്രമേ ഇവിടെ കാണുന്നു. അപ്പൊ ഈ ഫേസ് ആണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണ് സ്റ്റേഷനറി ഫേസ്? സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞ ഒരു ഗ്രോത്ത് കർവിലെ സ്റ്റേഷനറി ഫേസ് എന്നുള്ളൊരു ഭാഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. എന്തായാലും ഒരു താഴോട്ട് പോക്കാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് വന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ മേളോട്ട് കയറി വന്നു. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മളൊരു താഴ്ചയിലേക്കാണ് പോകുന്നത്. നോക്കൂ, നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റേഷനറി ഫേസ് എന്നുള്ളതിന്റെ ഒരു സമയത്ത് ടോക്സിക് മെറ്റീരിയൽസ് കൂടി, പിന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് കൂടി, pH വേരിയേഷൻസ് ഉണ്ടായി, ന്യൂട്രിയൻസ് കുറഞ്ഞു, പിന്നെന്താണ്? ബാക്ടീരിയകൾ മരിച്ചു വീഴാൻ തുടങ്ങി. ഈ ഫേസിലായപ്പോൾ എന്താണ്? മരിച്ചു വീഴുന്ന ബാക്ടീരിയകളുടെ എണ്ണം കൂടി, വേസ്റ്റ് മെറ്റീരിയൽ കൂടി, ടോക്സിക് മെറ്റീരിയൽസ് അവിടെ കൂടി. പ്രതികൂലമായ സാഹചര്യങ്ങളല്ല. ഈ പ്രതികൂലമായ സാഹചര്യം വന്നപ്പോൾ ബാക്ടീരിയ എന്താണ്? സെൽ ഡിവിഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തങ്ങ് മാറിയിരുന്നു. അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുള്ളൂ. ഇവിടെ എല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങളാണല്ലോ. മരണനിരക്ക് കൂടി ചത്തൊടുങ്ങാൻ തുടങ്ങി. അങ്ങനെ ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ എന്താണ്? സെൽസിന്റെ എണ്ണം ഗണ്യമായി കുറയുകയും അവസാനം ആ കൾച്ചർ എന്താണ്? കൊളാപ്സ് ആകുകയും ചെയ്യുന്നത്. താഴോട്ട് വരും, കൊളാപ്സ് ആയി പോവുകയും ചെയ്യുന്നത്, എല്ലാം ചത്തൊടുങ്ങുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നു. അപ്പൊ അതിനെയാണ് ഡെത്ത് ഫേസ് എന്ന് പറയുന്നത്. ഇതാണ് ബാക്ടീരിയയുടെ ജീവിത ചക്രം അല്ലെങ്കിൽ ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങളിലാണ് ഈ ഒരു പാറ്റേണിൽ അതിന്റെ ഗ്രോത്ത് നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഫിഗർ തരുന്നുണ്ട്. നന്നായിട്ട് നല്ലൊരു ഫിഗർ തന്നിട്ട് നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും നന്നായിട്ട് വരച്ചെടുത്ത് മനസ്സിലാക്കണം. ഒന്നുകൂടി ഗ്രോത്ത് കർവിലേക്ക് പോകുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നും നന്നായിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് ഇപ്പോൾ തന്നെ പഠിച്ച് പോകണം. നമ്മൾ പിന്നെ എന്നുള്ള മാറ്റി വെക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ ഇവിടെ പഠിച്ചു പോവുക. അപ്പം ഇത് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് കർവ് ഓഫ് ബാക്ടീരിയയാണ്. ബാക്ടീരിയയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പാറ്റേണിലാണ്. അത് നമ്മൾ പഠന സൗകര്യത്തിന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്ടീരിയയെ ഒരു കൾച്ചർ മീഡിയത്തിൽ ലബോറട്ടറിയിൽ ഒരു ബ്രോത്തിൽ, സ്റ്റെറൈൽ ബ്രോത്തിൽ വളർത്തി നോക്കിയപ്പോൾ ബാക്ടീരിയയുടെ സെൽസിൽ ഉണ്ടാകുന്ന വർധന, സെൽസിന്റെ നമ്പറിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഒരു ഗ്രാഫായിട്ട് വരച്ചിരിക്കുന്നത്. സമയം പോകുന്നതനുസരിച്ച് ബാക്ടീരിയയുടെ സെൽസിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് നമ്മൾ ഒരു ഗ്രാഫിന്റെ രൂപത്തിൽ വരച്ചിരിക്കുന്നത്. ഇതിന്റെ y ആക്സിസില് നമ്പർ ഓഫ് ബാക്ടീരിയൽ സെൽസ്, അതിന്റെ എണ്ണമാണ്, ബാക്ടീരിയൽ സെൽസിന്റെ എണ്ണമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്ടീരിയൽ സെൽസിന്റെ കൂടുന്നത്, ഇവിടെ നിന്ന് അങ്ങോട്ട് സമയമാണ്. സമയം x ആക്സിസിൽ കൊടുത്തേക്കും സമയം കൂടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഗ്രോത്ത് കർവ് ഓഫ് ബാക്ടീരിയ പരിശോധിച്ചപ്പോൾ നമുക്ക് 1, 2, 3, 4 ഡിസ്റ്റിങ്ക്റ്റ് ഫേസ് ഓഫ് ഗ്രോത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്
ഇനിഷ്യൽ ലാഗ് ഫേസ് എന്ന് പറയും. ഇനിഷ്യൽ ലാഗ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൾച്ചർ മീഡിയത്തിലോട്ട് ബാക്ടീരിയയെ ഇടുമ്പോൾ അല്ലെങ്കിൽ ഇനോക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ആദ്യം ബാക്ടീരിയ സാഹചര്യങ്ങളെല്ലാം ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് ഇനിഷ്യൽ ലാഗ് ഫേസ് എന്ന് പറയുന്നത്. പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ദേ സ്റ്റാർട്ട് മൾട്ടിപ്ലൈയിങ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫേവറബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവ ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, സെൽസിന്റെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. അതിന് ലോഗരിതമിക് ഫേസ് എന്ന് പറയുന്നു. ഒരു സ്റ്റേജിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്, അവിടെ ഉണ്ടായിരുന്ന ന്യൂട്രിയൻസ് എല്ലാം കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞു. കൂടാതെ ഇവയുടെ മെറ്റബോളിക് ആക്ടിവിറ്റി മൂലം വേസ്റ്റ് മെറ്റീരിയൽസ് കുറെ അധികം ഇതിലേക്ക് വന്നു. കൂടാതെ ടോക്സിക് മെറ്റീരിയൽ വന്നു, pH വേരിയേഷൻസ് ഉണ്ടായി. തന്മൂലം എന്താണ്, ബാക്ടീരിയകൾ ചത്തുപോകാൻ തുടങ്ങി. അവിടെ ഒരു ഭാഗത്ത് സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്, പക്ഷെ എന്താണ്, ഒരു ഭാഗത്ത് ബാക്ടീരിയകൾ ചത്തൊടുങ്ങാൻ തുടങ്ങി. ബാക്ടീരിയകളുടെ എണ്ണത്തില് വർധനം ഉണ്ടാകാത്ത ഒരു സമയമാണ്. മരണനിരക്കും ജനനനിരക്കും ഒരേപോലെ നിൽക്കുന്ന ഫേസ് ആണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് മാറ്റാണ്. എന്താണ് സംഭവം, എന്താണ്, അവിടെ ബാക്ടീരിയൽ സെൽസിന്റെ മരണനിരക്ക് കൂടുന്നു, ജനനനിരക്കിനേക്കാൾ മരണനിരക്ക് കൂടുന്നു. അവസാനം എന്താണ്, അവർക്ക് മൾട്ടിപ്ലിക്കേഷൻ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നു. ആ മീഡിയം മുഴുവൻ എന്താണ്, വിഷമയമായിരിക്കുകയാണ്. വേസ്റ്റ് മെറ്റീരിയൽസും ടോക്സിക് മെറ്റീരിയൽസും pH വേരിയേഷനും ന്യൂട്രിയൻസിന്റെ അപര്യാപ്തതയും എല്ലാം കാരണം ആ ഭാഗത്ത് എന്താണ്, പിന്നെ ഈ ഒരു ഫേസ് വരുമ്പോൾ ഇതിനെ ഡെത്ത് ഫേസ് എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. മരിച്ചു പോകുന്ന ഫേസ് ആണ്. അതെല്ലാം മരിച്ചു പോകുന്നതാണ് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് കർവ് ബാക്ടീരിയ. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ പകർച്ചവ്യാധിയുടെയൊക്കെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉള്ളിരുത്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സൂക്ഷ്മ ജീവികൾ, രോഗകാരികളായിട്ടുള്ള ഇതേപോലെ സൂക്ഷ്മ ജീവികൾ പെറ്റുപെരുകയും നമ്മളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും കുട്ടികളെ, അനുകൂലമായ സാഹചര്യങ്ങൾ ഇവ നമുക്ക് എതിരായി പ്രവർത്തിക്കത്തക്ക വിധത്തിൽ പെറ്റുപെരുകി വരത്തക്ക വിധത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. വളരെ ഹൈജീനിക് ആയിരിക്കും, പേഴ്സണൽ ഹൈജീൻ ഉണ്ടായിരിക്കണം. വളരെ പേഴ്സണൽ ഹൈജീൻ ഉണ്ടായിരിക്കണം. പിന്നെ ഇവയെ പ്രതിരോധിച്ച്, കോവിഡ് പശ്ചാത്തലമാണ്, കോവിഡ് എന്ന് പറഞ്ഞ രോഗാണു നമ്മളെ ഇപ്പൊ കീഴടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ നമുക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രതിരോധമാണ് എപ്പോഴും പ്രതിവിധിയേക്കാളും മെച്ചം. നമ്മൾ ഇവയെല്ലാം പ്രതിരോധിക്കണം എന്നുള്ളൊരു മന്ത്രം കൂടി ഈ ഒരു ഭാഗത്ത് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.